ഹലോ നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാ. ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു, എന്റെ കസിന്റെ കല്യാണമാ, നമ്മുടെ കോഴഞ്ചേരി പള്ളി വെച്ചാ കെട്ട്, അച്ഛനപ്പയും തിരുമേനിയാ കെട്ടിക്കുന്നത്. ഇത്രയും സ്റ്റോറി ലൈൻ മാത്രമേ എന്നോട് പറഞ്ഞിട്ടുള്ളായിരുന്നു. ആസ് യൂഷ്വൽ ഒരു കല്യാണം, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ കല്യാണം നടക്കുന്ന പോലെ സെയിം ബൈബിളുള്ള ഒരു കല്യാണമായിരുന്നു അത്. പക്ഷെ എക്സ്പെക്ട് ദി അൺഎക്സ്പെക്ടഡ് തിങ്സ് എന്ന് പറയുന്ന പോലെ അവിടെ ഞാൻ ഒരു ഫേസിനെ കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഹെൽത്ത് മിനിസ്റ്റർ വീണ ജോർജ് മാം ആയിരുന്നു അവിടെ ഞാൻ കണ്ടത്. അങ്ങനെ മണ്ടടിച്ച് നിന്നപ്പോഴാ അടുത്ത വ്യക്തി ജി എസ് പ്രദീപിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അശ്വമേധം എന്ന് പറയുന്ന ഒരു ഷോയില് 21 ക്വസ്റ്റ്യൻസിൽ കണ്ടുപിടിക്കുന്ന ആ ടാലന്റിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു പണ്ട് മുതലേ. പുള്ളിക്കാരനെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ കല്യാണത്തില്. പക്ഷേ കണ്ടു, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വീണ ജോർജ് മാമിനെ കണ്ടതിനേക്കാളും ജി.എസ്. പ്രദീപിനെ കണ്ടപ്പോഴേ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും കൂടെ കൂടിയത്. ഈ വിവാഹം കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യകാല ദിവസങ്ങളിൽ ഭർത്താവ് പറയും, ഭാര്യ അത് കേൾക്കും. പിന്നെ ഭാര്യ പ്രസംഗിച്ചു തുടങ്ങും, ഭർത്താവ് കേൾക്കും. കുറച്ചു കഴിയുമ്പോൾ ഭാര്യയും ഭർത്താവും പ്രസംഗിക്കും, നാട്ടുകാർ കേൾക്കും എന്നുള്ളതാണ് നമ്മൾ പറയാറുള്ളത്. അപ്പം അതുകൊണ്ട് ഈ എല്ലാവർക്കും സഹനശേഷി കുടുംബജീവിതത്തിൽ നല്ലതാണെന്ന് ഉറപ്പുവരുത്താൻ ഇത്തരം പ്രസംഗങ്ങളൊക്കെ കല്യാണത്തിന് നല്ലതാണ്. ലാസ്റ്റിൽ പുള്ളിക്കാരൻ എന്താ ഈ കല്യാണത്തിന് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ കല്യാണ ചെറുക്കന്റെ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടായിരുന്നു ജി.എസ്. പ്രദീപ്. ഇപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത്, ലോകം വളരെ ചെറുതാ അല്ലേ? നിങ്ങൾക്കും ഇതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. See you in the next video. Bye bye.